നവകേരള സദസ് യാത്ര സമാപിച്ചതോടെ 2 മന്ത്രിമാർ രാജി സമർപ്പിച്ചു. മുൻ നിശ്ചയപ്രകാരം തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർഭൂവിലും ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും രാജിക്കത്ത് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു. അവർ സ്ഥാനമൊഴിയുന്നതോടെ ഈ മാസം 29 മിക്കവാറും പുതിയ 2 മന്ത്രിമാരും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിമാരായി സ്ഥാനമേൽക്കും. ഇത് മുന്നണി മര്യാദയുടെ ഭാഗമായിട്ടാണ് ഇവരുടെ രാജി. 2.5 വർഷം അവർ തുടരുക, പിന്നീട് 2.5 വർഷം മറ്റ് 2 പേർ മന്ത്രിമാരാകുക. ഇതിൽ ഡിസംബർ 19 തന്നെ രാജ്യസന്നദ്ധത ഈ മന്ത്രിമാർ പ്രകടിപ്പിച്ചതാണ്. അതിന് മുമ്പ് തന്നെ നവംബറിൽ തന്നെ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ മുഖ്യമന്ത്രിയും LDF-ഉം പറഞ്ഞു നവകേരള സദസ് യാത്ര തീരട്ടെ, അതിൻ്റെ ഇടയിൽ വെച്ചൊരു രാജി വേണ്ട, അത് കഴിഞ്ഞ് പുതിയ മന്ത്രിമാർ വരട്ടെ എന്ന ധാരണ പ്രകാരമാണ് അത് ചില ആഴ്ചകൾ നീണ്ടുപോയത്. ഞങ്ങളിവിടെ പറയാൻ വരുന്ന കാര്യം, സ്വാഭാവികമായിട്ടും അടുത്ത തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാവും, സംശയമില്ല. കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയുമാകും. പ്രധാന വകുപ്പുകൾ, പിന്നെ ചില ഉപവകുപ്പുകൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. മോട്ടോർ വെഹിക്കിൾ ഗതാഗത മന്ത്രിക്ക്, അതേപോലെ മ്യൂസിയം തുറമുഖ വകുപ്പിന്. പക്ഷെ പ്രധാന വകുപ്പുകൾ തുറമുഖവും ഗതാഗതവുമാണ്. കാരണം വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഞങ്ങളിവിടെ പറയുന്നത് വളരെ ഒബ്ജക്റ്റീവായിട്ട് ഞങ്ങൾ പറയുകയാണ്. നേരത്തെ LDF-ൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം വേറെയായിരുന്നു. ആ സാഹചര്യത്തിൽ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് ശോഭിക്കാൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നു. അതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് അതിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ വരെ ഇടപെടാനുള്ള ഒരു അവസരം ഇപ്പോൾ പുതിയ തുറമുഖ മന്ത്രിക്ക് വരികയാണ്. മുൻഗാമി 2.5 കൊല്ലത്തെ അഹമ്മദ് ദേവർഭൂവിൻ്റെ പെർഫോമൻസ് വളരെ ഉജ്ജ്വലമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഓരോ ദിവസവും അതിൽ ഇടപെട്ട് വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു സമയബന്ധിത കലണ്ടർ ഉണ്ടാക്കിയിട്ട്, പട്ടികയുണ്ടാക്കിയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സമരം കൊടുമ്പിരി കൊള്ളുമ്പോഴും അവിടെ ഓടിയെത്തി പല കാര്യങ്ങളിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് അഹമ്മദ് ദേവർഭൂവിൽ. അപ്പോൾ അദ്ദേഹം രാജിവെച്ച് പോകുന്നതിൽ നമുക്കൊരു വിഷമമുണ്ട്. ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാൻ പ്രാപ്തനായിരുന്നു അദ്ദേഹം. പക്ഷേ മുന്നണി തീരുമാനങ്ങൾ നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ. അപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളി അത് ആ തുടർച്ച മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഇപ്പോഴത്തെ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിട്ട് ദിവ്യ S. അയ്യർ IAS-നെയാണ് സർക്കാർ നിയമിച്ചിരിക്കുന്നത്. നേരത്തെ അവർ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു. അപ്പോൾ MD-യും ദിവ്യ S. അയ്യരും മന്ത്രിയും ഒക്കെ ഒത്തുചേർന്നൊരു ടീമായിട്ട് മുന്നോട്ട് പോയാൽ വിഴിഞ്ഞത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം കേരളത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ ഒരു ഗ്രോത്ത് എൻജിനാണ് വിഴിഞ്ഞം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം മാത്രമല്ല, വിഴിഞ്ഞത്തിനുള്ള അതിനോട് ചേർന്നുള്ള അനുബന്ധ റോഡ്, റെയിൽ വികസനം, പിന്നെ ഈ ഔട്ടർ റിംഗ് റോഡ്, അതാണ് ഏറ്റവും വലിയ ഫോക്കസ്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ കിലോമീറ്ററുകൾ നീളുന്ന അതായത് എത്രയോ ഗ്രാമങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിയാണ് ഔട്ടർ റിംഗ് റോഡ്, 6 വരി പാത. ആ പാതയുടെ ഇരുവശത്തും വരുന്ന വ്യവസായ പാർക്കുകൾ, മാളുകൾ, മറ്റ് വ്യവസായങ്ങൾ, സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരു വലിയ ഒട്ടേറെ തൊഴിലവസരങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി. കോടികൾ മുടക്കി സംസ്ഥാന സർക്കാർ ചെയ്യുന്ന പദ്ധതി. അപ്പോൾ വിഴിഞ്ഞം ഒരു വലിയ ഫോക്കസാണ്. അത് മുന്നോട്ട് നയിക്കാൻ പുതിയ മന്ത്രിക്ക് കഴിഞ്ഞേ തീരും. പിന്നെ ഇതുവരെയുള്ള ഒരു സംവിധാനത്തിൽ അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ ഗതാഗത വകുപ്പിൽ ആന്റണി രാജുവിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു, ഒരു സംശയമില്ല. KSRTC ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. ഏത് മന്ത്രി ഭരിച്ചാലും നന്നാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായിട്ട് അതിനെ പലപ്പോഴും എഴുതി തള്ളിയിട്ടുണ്ട്. സമരങ്ങൾ നടന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഞാൻ സ്ഥാനമൊഴിയുമ്പോൾ ഒരു
ജീവനക്കാർ പോലും ശമ്പള കുടിശ്ശിക ബാക്കിയില്ല. ആ ഒരവസ്ഥയിൽ എനിക്ക് രാജിവെച്ച് പോകാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. കൃത്യമായിട്ട് ശമ്പളം അവസാനം കൊടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരു കാലത്ത് ഈ KSRTCയുടെ പുരോഗതി, വരുമാനത്തിലുണ്ടായ വർധന, കഴിഞ്ഞ അടുത്ത നാളുകളിലാണ് പ്രതിദിന വരുമാനം 9 കോടി കടന്നു. സർവകാല റെക്കോർഡാണ് KSRTCയുടെ വരുമാനം. 9 കോടി കടന്നിരിക്കുന്നു ഒരു ദിവസം. ഇന്ന് വരെ അത്രയും വലിയ വരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ ബജറ്റ് ടൂറിസം, വിവിധ ഡിപ്പോകളിൽ നിന്നുള്ള ബജറ്റ് ടൂറിസം പദ്ധതി KSRTCക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ബജറ്റ് ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അപ്പോൾ വാഹനങ്ങളുടെ, ബസ് യാത്രയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇതര വരുമാനം ഉണ്ടാക്കാനും KSRTCക്ക് പദ്ധതികളുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയതായി വരുന്ന മന്ത്രി ആവുന്ന KB ഗണേഷ് കുമാറിന് സാധിക്കുമെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം മുമ്പ് KSRTCയുടെ മന്ത്രിയായിരുന്നു, ഗതാഗത മന്ത്രിയായിരുന്നു കുറച്ചു കാലം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ പീരീഡിൽ, ഒരു 2-2.5 വർഷക്കാലം അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് KSRTC ലാഭത്തിലായി. അത് നമ്മൾ മറന്നുപോകരുത്. KB ഗണേഷ് കുമാർ ഇരിക്കുമ്പോഴാണ് KSRTC ലാഭത്തിലേക്ക് വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നഷ്ടത്തിലേക്ക്. അപ്പോൾ ഗണേഷ് കുമാറിന് KSRTCയെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു വഴക്കമുണ്ട്, മുൻ പരിചയമുണ്ട്. പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും എക്സിക്യൂഷനിൽ KB ഗണേഷ് കുമാറിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് നമുക്ക് നേരിട്ട് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ആന്റണി രാജുവിൻ്റെ പെർഫോമൻസിനേക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ KB ഗണേഷ് കുമാറിന് സാധിക്കും. അപ്പോൾ ഈ 2 മന്ത്രിമാർ പുറത്തു പോകുമ്പോൾ വരുന്ന 2 മന്ത്രിമാർ, പുതിയ മന്ത്രിമാർ, ഇപ്പോൾ കേരളം അങ്ങോട്ട് മുന്നോട്ട് കുതിക്കുന്ന ആ ഒരു പാതയിൽ, ആ ഒരു വികസന പാതയിൽ ഈ 2 വകുപ്പുകളെയും ചേർത്ത് വെച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.